ബോട്ടിൽ ടാസ്ക് നടക്കുന്നതിനിടയിൽ അനുമോളെ മാറ്റി നിർത്തി ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്താ പോരായ്മയെന്ന് പറയണം, ഞങ്ങൾ തന്ന പ്രോഡക്റ്റിൻ്റെ പ്രശ്നം എന്താണ്, കറക്റ്റായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? പാഷ്യാലിറ്റി കാണിക്കരുത് അനുമോളെ, പാഷ്യാലിറ്റി കാണിക്കരുത്, ഇത് കുറച്ച് കൂടുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. നീ പാഷ്യാലിറ്റി കാണിച്ചിട്ടല്ലേ ഇപ്പം ഈ പ്രശ്നം ഇത്രയും ഉണ്ടായേ. ഈ ടാസ്ക് തന്നെ ക്യാൻസൽ ആവുന്നതിൻ്റെ കാരണം അതല്ലേ. ഞാൻ ചുമ്മാ ഒന്നും പറയുന്നതല്ല ഷാനവാസുക്ക, ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന് നോക്കിയപ്പം ഭയങ്കരമായ മധുരവും പുളിപ്പും, ഒന്ന് നോക്കിയപ്പം ഭയങ്കരമായ മധുരം. എന്തോ ഇത് ഞാൻ പാസ്സാക്കണോ? ഞാൻ എങ്ങനെ ഇത് പാസ്സാക്കേണ്ടെന്ന് ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. ഷാനവാസ് പറയുന്നത് ഓറഞ്ച് ജ്യൂസിനകത്ത് പുളിപ്പുണ്ടാവും, ഓറഞ്ച് ജ്യൂസിനകത്ത് പുളിപ്പുണ്ടാവും. അനുമോള് പറയുന്നുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ലെവലിൽ മാറ്റം. അതിൻ്റെ ക്വാണ്ടിറ്റി ലെവൽ എന്താ? ക്വാണ്ടിറ്റി ലെവൽ എന്താ? ക്വാണ്ടിറ്റി ലെവലിൽ എവിടെയാണ് പ്രശ്നം? ഏത് കമ്പനിയുടെ ബോട്ടിൽ എടുത്ത് നോക്കിയാലും അതിന് അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും അനുമോളെ. നമുക്ക് അവൈലബിളായ എക്സ്പെൻസ് വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ ചെയ്തതാ അനുമോളെ. നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാം, നീ ഒന്നും പറയണ്ട, പിന്നെ നിനക്ക് പാഷ്യാലിറ്റി അനുമോളെ, ഇതെനിക്ക് മനസ്സിലായി, നീ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്നു, അതിൻ്റെ പാഷ്യാലിറ്റി കാണിക്കുക. അനുമോള് ചോദിക്കുന്നുണ്ട്, ആരോട് പാഷ്യാലിറ്റി കാണിച്ചു, എന്ത് ഈ പറയുന്നേ? അല്ല, എനിക്കിവിടെ എല്ലാവരും ഒരുപോലെ, എനിക്ക് ആരോടും പ്രത്യേകതയില്ല, എല്ലാവരും ഞാൻ ഒരുപോലെയാണ് ഇവിടെ കാണുന്നത്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, നീ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മേക്കപ്പ് ചെയ്യുന്നു, ഭയങ്കര അടുപ്പം. അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നാണ് ഷാനവാസ് പറയുന്നത്. അനുമോൾ പറയുന്നത്, ഞാൻ അങ്ങനെ ആരോടും പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചില്ല,